രണ്ട് കൊടിമരവും രണ്ട് മേൽശാന്തിമാരും രണ്ട് ശ്രീകോവിലുമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. പണ്ഡിതന്മാർ ഈ ക്ഷേത്രം ത്രേതായുഗത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും എന്നാൽ മറ്റു ചിലർ ദ്വാപരയുഗത്തിലുണ്ടായതാണെന്നും കരുതിപ്പോരുന്നു. 1300 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന പുരാതന ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ തുറവൂർ മഹാക്ഷേത്രം. ദേശീയപാത 66 പടിഞ്ഞാറ് വശത്ത് വിശാലമായ ക്ഷേത്രക്കുളത്തിനപ്പുറത്ത് സുദർശനമൂർത്തിയെയും നരസിംഹമൂർത്തിയെയും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ മഹാക്ഷേത്രത്തെ കാണാൻ കഴിയും. ഒരേ നാലമ്പലത്തിൽ രണ്ട് ശ്രീകോവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ക്ഷിപ്രപ്രസാദികളായ ഈ മൂർത്തികളെ ഭക്തർ തെക്കനപ്പനെന്നും വടക്കനപ്പനെന്നും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രുദോഷം, രോഗപീഠ, മറ്റ് ജീവിത ദുരിതങ്ങളൊക്കെ ഒഴിയാൻ തെക്കനപ്പൻ്റെയും വടക്കനപ്പൻ്റെയും തിരുനടയിൽ അഭയം തേടിയെത്തുന്ന ഭക്തരെ ഈ മൂർത്തികൾ നിരാശപ്പെടുത്തി അയക്കാറില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ അകത്തും പുറത്തു നിന്നും നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് ദിനംപ്രതി എത്തുന്നു. ഉപദേവതകളായി ഗണപതി, ശിവൻ, ദുർഗാദേവി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. തുലാമാസത്തിൽ ദീപാവലി നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ 9 ദിവസത്തെ കൊടിയേറ്റുത്സവം, വൈശാഖ മാസത്തിൽ നരസിംഹ ജയന്തി, ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, മേടമാസത്തിൽ വിഷു, പത്താമുദയം, മകരസംക്രാന്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. മുഖ്യപ്രതിഷ്ഠകളിൽ ആദ്യം പ്രതിഷ്ഠിച്ചത് തെക്കനപ്പൻ എന്ന് വിളിച്ചാരാധിക്കുന്ന സുദർശനമൂർത്തിയെയാണ്. AD 6-ാം നൂറ്റാണ്ട് മുതൽ സുദർശനമൂർത്തിക്ക് ഇവിടെ പ്രതിഷ്ഠയുണ്ട്. എന്നാൽ ക്ഷേത്രം ഇത്രയ്ക്ക് പ്രശസ്തമായത് ഉഗ്ര നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നരസിംഹമൂർത്തി വിഗ്രഹം ആദ്യകാലത്ത് ശങ്കരാചാര്യരുടെ ശിഷ്യൻ പത്മപാദർ കാശിയിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണ്. പിൽക്കാലത്ത് വിഗ്രഹം കേരളത്തിലെത്തുകയും ഇവിടെ അടുത്തുള്ള ഭൂനിലയം എന്ന സ്ഥലത്ത് കുഴിച്ചിടപ്പെടുകയും ചെയ്തു. ഒരിക്കൽ നായത്തോട് ശിവക്ഷേത്രത്തിലെ തന്ത്രി കാശി വിശ്വനാഥ ദർശനത്തിന് പോവുകയുണ്ടായി. ഗംഗാസ്നാനാനന്തരം കാശി വിശ്വനാഥനെയും വിശാലാക്ഷിയെയും ദർശിച്ച് മടങ്ങാൻ തുടങ്ങവേ ഒരു ദിവ്യ ജ്യോതിസ് ദർശിക്കാനിടയായി. ആ ദിവ്യ ജ്യോതിസിനെ പിന്തുടർന്ന് ഒടുവിൽ അദ്ദേഹം ഭൂനിലയത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ ജ്യോതിസ് ഭൂനിലയത്തിൽ എത്തിച്ചേർന്നതോടെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതോടെ വിഷണ്ണനായ തന്ത്രിക്ക് മുന്നിൽ ഉഗ്രശബ്ദത്തോടെ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഒരു വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു. ശങ്കരാചാര്യ ശിഷ്യനായിരുന്ന പത്മപാദർ പൂജിച്ചിരുന്ന നരസിംഹ ചൈതന്യത്തെ ആ വിഗ്രഹത്തിൽ ദർശിച്ച ആ തന്ത്രി അത് തേജസ്സോടുകൂടിയ ആ വിഗ്രഹത്തെ സുദർശനമൂർത്തിയുടെ വടക്കുവശത്ത് വിധിയാമണ്ണം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അന്നുണ്ടായ ഉഗ്രസ്ഫോടനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ വെടിവഴിപാട് നടത്തിവരുന്നത്. കേരളത്തിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തുറവൂർ മഹാക്ഷേത്രത്തിലല്ലാതെ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ വെടിവഴിപാട് ഇത്ര പ്രാധാന്യത്തോടെ നടത്തിവരുന്നുള്ളൂ. വിഗ്രഹം ലഭിച്ച സ്ഥലമായ ഭൂനിലയത്ത് ഇപ്പോൾ പ്രതിഷ്ഠയില്ലാത്ത ശ്രീകോവിലോട് കൂടിയ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഇവിടം വടക്കനപ്പൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും മേടമാസത്തിൽ 10-ാമുദയം ദിവസം തെക്കനപ്പനെയും വടക്കനപ്പനെയും ആനപ്പുറത്ത് ഭൂനിലയത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങും നടത്തിവരാറുണ്ട്.